ഹലോ അസ്സാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മുറ്റത്തിറങ്ങിയപ്പോഴത്തേക്കും സൂര്യനൊക്കെ അങ്ങോട്ട് ഉദിച്ച് വരുന്ന സമയത്തുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുന്നേ ഇതിൽ നിന്ന് നല്ല രസമായിരുന്നു, അതായത് റബ്ബറൊക്കെ വലുതാവുന്നതിന് മുന്നേ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയത്. മാത്രമൊന്നും അല്ലാതെ കുറേ മാങ്ങയൊക്കെ തറയിൽ പൊഴിഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു. പൊഴിഞ്ഞ് വീഴുന്നതല്ല, ഇതിപ്പോൾ കാറ്റടിച്ചിട്ട് വീഴുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റാണ് 2 ദിവസം കൊണ്ട്. അങ്ങനെ ഉള്ള മാങ്ങകളൊക്കെ നമ്മൾ എന്നിട്ട് പറക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞല്ല, രാവിലെ തന്നെ എൻ്റെ ജോലികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ കഴിക്കാൻ പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും ചെറുപയർ പുഴുങ്ങിയതും പപ്പടമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും വാപ്പ പഴം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതങ്ങനെ വെച്ചു. പപ്പടം അങ്ങ് മാറ്റി, പപ്പടം പൊരിക്കുന്നതിൻ്റെ ആ ഒരു പ്ലാൻ അങ്ങ് മാറ്റി. അങ്ങനെ ഇതേ പുട്ടൊക്കെ ഉണ്ടാക്കി. ഇത് ലാസ്റ്റ് പുട്ടായിരുന്നു കേട്ടോ ഈ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ വാപ്പാക്ക് കൊടുത്തു. വാപ്പാക്ക് ഇൻസുലിനൊക്കെ എടുത്തതിന് ശേഷം വാപ്പാക്ക് കൊടുത്തു. കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം സ്കൂളിലേക്ക് ആക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. ചെറിയ ചെറിയ രീതിയിലുള്ള നനച്ചുളി പരിപാടി, അതായത് നമ്മുടെ വീട് ക്ലീനിങ് ഉള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ. കഴുകലും പറക്കലും തുടയ്ക്കലും അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ. കാരണം മൊത്തത്തിൽ എനിക്ക് വീഡിയോ ആക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ പോലൊന്നുമല്ല, മൈൻഡ് അത്ര ഓക്കെ ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുപ്പും അതുപോലെ ജോലിയും എല്ലാം കൂടി നടക്കത്തൊന്നുമില്ല കേട്ടോ. മുന്നേയൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു, നല്ലതുപോലെ നനച്ചുളി പരിപാടി കാണിക്കണം, വീഡിയോ ആക്കണം എന്നൊക്കെ. അതിൻ്റെ ഇടയിൽ മരിപ്പും കാര്യങ്ങളും ഒക്കെ ആയി, എല്ലാം പോയി. അപ്പോൾ അത് നമ്മൾ കിടക്കുന്ന റൂമാണ്. പക്ഷെ 2 കട്ടിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അധികം സ്പേസ് ഒന്നുമില്ല. അതെ, ഈ ഒരു വിടവിൽ കൂടെ വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയൊക്കെ ഉള്ളത്. പിന്നെ അവിടെ എൻ്റെ ഒരു മെഷീൻ കിടപ്പുണ്ട് കേട്ടോ. മെഷീൻ ഇപ്പം നമ്മൾ ഒന്നും തയ്ക്കാനൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ആ ഭാഗത്തോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അലമാരി ഇരിപ്പുണ്ട്, പിന്നെ ഒരു ടേബിൾ ഫാൻ ഇരിപ്പുണ്ട്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വലയടിക്കുന്നതും ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ ട്രൈപോഡും മൊബൈലും ഒന്നും കൊണ്ട് അവിടെ വെച്ചിട്ട് ഉള്ള ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. മൊബൈലെങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ യൂട്യൂബും എല്ലാം നിന്നു പോകും. അതുകൊണ്ട് ഞാൻ ആ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. ഞാൻ ഇന്ന് എന്തായാലും അവിടെ ഒന്നും വലയടിച്ചില്ല കേട്ടോ. ഞാൻ അടുക്കളയിലോട്ട് വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് അടുക്കളയിൽ നിന്നുമായിരിക്കും. നമ്മൾ ഇടയ്ക്ക് വീടൊക്കെ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം മരണം ഒക്കെ അമ്മച്ചിയുടെ മരിപ്പൊക്കെ ആയതിനു ശേഷം നല്ലതുപോലെ തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും റമദാനാവുമ്പോൾ നമ്മുടെ മനസ്സ് മാത്രമല്ല, നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ വീടും എല്ലാം നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി എടുക്കാറുണ്ട്. റമദാനെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ്. അപ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കി എടുക്കും. മുന്നേ എത്ര വൃത്തിയാക്കിയാലും നമ്മൾ വൃത്തിയാക്കി എടുക്കും. 2 ദിവസം ഈ ഒരു വൃത്തിയാക്കി വെക്കുന്ന എന്തും നമ്മൾ 2 ദിവസമേ കാണത്തുള്ളൂ. എന്നാലും നമ്മൾ വൃത്തിയാക്കി വെക്കും. നമ്മുടെ ഈമാനാണല്ലേ, നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ എൻ്റെ ജോലിയും നടക്കണം, എല്ലാം കൂടി ഒരുമിച്ച് നടക്കത്തില്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കണം, നമ്മുടെ ഉച്ചക്കലത്തേക്ക് കറി വെക്കണം, രാവിലെ എന്തെങ്കിലും പാചകം ചെയ്യണം, പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ആക്കുന്നതും കൂടി. നമ്മുടെ വീട് ക്ലീനിങ്ങും മറ്റ് കാര്യങ്ങളും എല്ലാം, പാത്രങ്ങൾ കഴുകലും എല്ലാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, കുറച്ച് ബോട്ടിലുണ്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന പൊടി, പഞ്ചസാര, തേയില, അങ്ങനെ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ. അത് ഏകദേശം കഴിയാറായി, അകത്ത് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഒന്നും മാറ്റിയൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ പുറമേ കുപ്പിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞില്ലയോ, പിന്നെ വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിട്ട് ഒരു പ്രഹസനം കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുറമേയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പാട്ടകളുണ്ടല്ലോ, അതിൻ്റെ അകത്തൊന്നും ഇല്ല, പൊടികളൊന്നും എല്ലാം തീർന്നിരിക്കുന്നതൊക്കെ ഞാൻ തുറന്ന് അതിൻ്റെ അകം കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബിലൊക്കെ പെണ്ണുങ്ങൾ ബെഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പരിപാടിയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് വീട് വരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്കറിയാം, അവരുടെ ഒരു ടൈം അനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
ഞാനും എൻ്റെ ഒരു ടൈം അനുസരിച്ചിട്ടാണ്, എൻ്റെ ചെറുതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാനും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു ക്ലീനിങ് ആയിപ്പോയി ഈ വർഷത്തത്. വലയടിക്കണം. ഞങ്ങളുടെ റൂമിൽ വലയടിച്ചു. ഇനി വാപ്പ കിടക്കുന്ന റൂം, 2 റൂമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 റൂമും പിന്നെ എറായും. ഇനിയിപ്പോൾ വാപ്പ കിടക്കുന്ന റൂമും എറായും നമ്മുടെ അടുക്കളയാണ് ഏറ്റവും പണി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് അടുക്കളയിൽ വലയൊക്കെ അടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എന്തായാലും ഈ കൊച്ചു കൊച്ചു ബോട്ടിലൊക്കെ ഇരിക്കുന്നത്, ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് പോലും അറിയാത്തൊരു വീഡിയോ ആയിപ്പോയി ഇത്. ഞാൻ ശരിക്കും എൻ്റെ കയ്യിൽ കുറച്ച് കരി ഞാനെടുത്ത മുളക് പൊടിയുടെ ടിന്നിലായപ്പോഴത്തേക്ക് ആ മുളക് പൊടിയുടെ ഇത് ഞാൻ ഒന്ന് മായ്ച്ച് കളയാം, അല്ലെങ്കിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കാമെന്നും പറഞ്ഞ് ആ ബോട്ടിൽ മാത്രം എടുത്തപ്പോൾ പെട്ടെന്നൊരു ആവേശം കയറിയിട്ട് ഞാൻ എല്ലാം കൂടെ പറക്കിക്കൊണ്ടിട്ട് കഴുകാണ് കേട്ടോ. ഇത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു കഴുകലായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വീഡിയോ അങ്ങ് എടുക്കാം എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ്, അതും ഒരു പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ലൈൻ പൈപ്പിൽ വെള്ളം നാളെയോ മറ്റന്നാളോ ഒക്കെ കൊണ്ടുവരും. അപ്പോഴും വേണം നമ്മുടെ ഈ വീട് എല്ലാം കൂടെ ഒന്ന് കഴുകി പറക്കി കുളിപ്പിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറേശ്ശെയായിട്ട് ഒതുക്കുന്നുണ്ട് കേട്ടോ. കുറേ സ്ലാമിൻ്റെ അടിയിൽ കുറേ പഴയ പാത്രങ്ങളും ഉരുളിയും ചരുവും എല്ലാം ഇരിപ്പുണ്ട്, അതൊക്കെ കഴുകണം. അങ്ങനെ ഈ ബോട്ടിലൊക്കെ ഒന്ന് കഴുകി, ഞാൻ പറഞ്ഞില്ലേ പുറത്ത് മാത്രമേ കുഴപ്പമില്ല, അകത്ത് നമ്മൾ ഇടയ്ക്ക് വൃത്തിയാക്കിയത് കൊണ്ട് ഇതെല്ലാം കൂടെ തട്ടി വേറെ പാത്രങ്ങളിലിട്ടിട്ട് അതും ചീത്തയാക്കി ഇതും ചീത്തയാക്കി അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പുറമേ മാത്രം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ കഴുകിയെടുക്കുമ്പോഴത്തേക്ക് ആളുകൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ അകം കഴുകുന്നില്ലാന്ന്. അകം ഇടയ്ക്ക് കഴുകിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ പൊടികളെല്ലാം തീർന്നിരിപ്പുണ്ട്, എല്ലാം തട്ടി ഇട്ട് വെക്കണം. അങ്ങനെ ഇത് ഇവിടെ കഴിയുന്നുണ്ട്. ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കലും ഇതുവരെ ഈ ചെയ്യുന്ന സമയത്തും കാപ്പിയൊന്നും ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ബറാത്ത് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഉണ്ട്. അതായത് വൈകുന്നേരം നോമ്പുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളും അതും കൂടെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ മറന്നു, എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്ന വീണ്ടും ചോദിക്കുന്നൊരു കാര്യമാണ്, എവിടെയാണ് നാട്. ഇത് ചടയമംഗലമാണ്, കൊല്ലം ചടയമംഗലമാണ്. എൻ്റെ സ്ഥലം ചടയമംഗലമാണ്. ഇത് ഭർത്താവിൻ്റെ വീടാണോ ചോദിച്ചത്, ഭർത്താവിൻ്റെ വീടല്ല. ഭർത്താവിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഭർത്താവിൻ്റെ വീട് പുനലൂരാണ്. അപ്പോൾ അതിനപ്പുറത്തോട്ട് ഇനി ചോദിക്കരുത്, വീണ്ടും കമൻറ്റ് ചെയ്യരുത് കേട്ടോ. ഭർത്താവിൻ്റെ വീട്ടിൽ പോകാറില്ലേ എന്ന് ചോദിക്കും, ഞാൻ പോകാറില്ല, എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി അതിനും കമൻറ്റ് ചോദിക്കരുത്, ദയവ് ചെയ്ത് ചോദിക്കരുത്. വീണ്ടും അതിനപ്പുറത്തുള്ളൊരു കഥ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒന്നുമില്ല, ഞാൻ ഒന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതല്ല എൻ്റെ ഒരു കണ്ടൻറ്റ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്കത് പറഞ്ഞ് ഉള്ള വ്യൂസ് വേണ്ട. അങ്ങനെ ഇതേ എല്ലാം അതായത് ഉലുവ കടുകൊക്കെ തീർന്നിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തേയില തീർന്ന് കമ്മിയായിട്ടിരിക്കുമായിരുന്നു, പക്ഷേ ഞാൻ തേയില വാങ്ങിച്ചു, കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ ബോട്ടിൽ, അതായത് പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന കൊച്ചു ബോട്ടിലെല്ലാം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വലയടിക്കുമ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിക്കേണ്ട, ഞാൻ ഇതെല്ലാം പറക്കി മാറ്റി നല്ലതുപോലെ അടുക്കി വേറെ വെച്ചിട്ടേ ഞാൻ വലയടിക്കത്തുള്ളൂ. വീണ്ടും നമ്മൾ പണികൾ ഏറ്റുവാങ്ങാനായിട്ട് നിൽക്കത്തില്ല. അങ്ങനെ പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സവോളയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും കൂടി ആ എണ്ണയിലോട്ട് അങ്ങ് താളിച്ച് വെക്കുന്നുണ്ട്. അപ്പം വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചാൽ മതി കേട്ടോ, നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ജോലി ഒതുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിടാം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷത്തെ പോലല്ല, മൊത്തത്തിൽ മനസ്സലങ്കോലപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. മരണവും എല്ലാം കൂടെ കൊണ്ട് അകപ്പാടെ ഒരു തലപ്രാന്ത് പിടിച്ചിരിക്കുന്നതാണ്. എന്തായാലും ഒക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്നതെല്ലാം വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം ഇന്നലെ ബറാത്ത് നോമ്പിൻ്റെ വൈകിട്ടത്തെ കുറച്ച് വിശേഷം കാണാം. ഞാൻ ഇതും ഞാൻ ഒരുപാടങ്ങ് താമസിച്ചിട്ടാണ് ഈ ജോലി ചെയ്യാനായിട്ട് കയറിയത്. ഇടിയപ്പം ഉണ്ടാക്കാൻ കയറിയ ഞാനാണ്. അപ്പോഴത്തേക്കും ഒരട്ടിയിലോട്ടങ്ങ് വന്നു. അപ്പോൾ മനസ്സിൽ പറയുന്നതല്ല പിന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് മാവൊക്കെ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇടിയപ്പത്തിന് ഈ സമയത്ത് ഈ ഒരു മാവിടുന്ന സമയമെല്ലാം മൈൻഡിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ നോമ്പ് എനിക്കും അനിയത്തിക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വാപ്പാക്ക് സുഖമില്ലാതുകൊണ്ട് വാപ്പ നോമ്പെടുക്കാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ സ്ഥലം ചോദിച്ചവരുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇപ്പോൾ വരുന്ന പുതിയ കൂട്ടുകാരായിരിക്കും കേട്ടോ. പഴയ ആളുകൾക്കൊക്കെ നമ്മൾ കൊല്ലംകാരാണെന്നൊക്കെ അറിയാം, പുതിയ കൂട്ടുകാർക്കാണ് അറിയാത്തത്. അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കാതെ പോകരുത് കേട്ടോ. ലൈക്കൊക്കെ ഇപ്പോൾ വളരെ കുറവായതുകൊണ്ട് തന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല ആളുകളിലേക്ക്.
ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. പുരട്ടി ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലോട്ട് അങ്ങ് ആയിപ്പോയി കേട്ടോ. തേങ്ങ തിരുമ്മി എടുത്തു. വെള്ളം കുറച്ച് തിളച്ച വെള്ളം, എപ്പോഴും അടുപ്പിൽ തിളച്ച വെള്ളം തന്നെ കാണും കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കട്ടൻ ചായ എന്തെങ്കിലുമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ വേറെ അടുപ്പൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങ തിളച്ച വെള്ളത്തിലോട്ട് തേങ്ങ ഇട്ടു. വെള്ളം ഒന്നുകൂടി ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മാവുണ്ടല്ലോ അതിലേക്ക് അങ്ങ് തട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. മാവ് അങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ, എന്നാലേ ഉരട്ടി ഉണ്ടാക്കാൻ പറ്റൂ. ഉരട്ടി ഉണ്ടാക്കുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഉമ്മച്ചിയാണ് ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മാവ് നല്ലതുപോലെ പദം വരുത്തി എടുക്കണം. ഇതുപോലെ പോളൊക്കെ ഉരുട്ടി എടുക്കണം കേട്ടോ. ഞാനിവിടെ കുറച്ച് പച്ചവെള്ളവും കൂടെ കൊണ്ടുവച്ചിട്ടാണ് കൈ ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ചൂട് കയ്യിൽ താങ്ങത്തില്ല. അങ്ങനെ എന്തായാലും ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ബാക്കി മാവ് ഞാൻ വിചാരിച്ചു ഒരു 8 എണ്ണം ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാനങ്ങ് മാറ്റി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഈ വെള്ളം കൂട്ടിയിട്ടുള്ള കൊഴുക്കട്ടയുണ്ടല്ലോ, കോരി കുടിക്കാൻ പറ്റുന്നത്, അപ്പോൾ അതുണ്ടാക്കാം. എല്ലാം കൂടെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാനതങ്ങ് മാറ്റി ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. പിന്നെ കറി വെക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഉരട്ടി ഉണ്ടാക്കുന്ന അച്ച്. നമ്മുടെ ഉരട്ടി സാധാരണ ഇപ്പോൾ എല്ലാവരും മിക്കവരും ഉണ്ടാക്കുന്നത് ചപ്പാത്തി പ്രസ്സിലാണ് കേട്ടോ. ചപ്പാത്തി പ്രസ്സിൽ അല്ല യഥാർത്ഥത്തിൽ ഉരട്ടി ഉണ്ടാക്കുന്നത്. കൈകൊണ്ട് ഉരട്ടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പഴയ ഉമ്മാമ്മമാരൊക്കെ കൈകൊണ്ട് നല്ല ഷേപ്പാക്കി എടുക്കാറുണ്ട്. പക്ഷേ എനിക്കങ്ങനൊന്നും പറ്റത്തില്ല കേട്ടോ. മിക്കുള്ളവർക്കും അതൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഉമ്മച്ചി ഉരട്ടി പലക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് റൗണ്ട് ഇങ്ങനെ ഒരു അച്ചു പോലെ ഉണ്ട്. അതിന് നമ്മളിങ്ങനെ ഒരു കോട്ടൺ നല്ലാണ്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണിയൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്ത് നമ്മൾ ഓരോ ബോളും എടുത്ത് വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. അതാകുമ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ വന്നോളും. അങ്ങനെ ഞാനങ്ങനെ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തിയെ ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് ജോലി. അവളവിടെ ചുടുന്നുണ്ട്. ആ സമയം കൊണ്ട് കപ്പയ്ക്ക് പഴുത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിളികൾ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിനധികം കളറില്ല, പക്ഷേ മധുരമുണ്ട്. കളറ് വെച്ചിട്ടില്ല കേട്ടോ. നല്ല കളറുള്ള കപ്പയ്ക്കായിരുന്നു കേട്ടോ. ഇതൊരിക്കൽ വാപ്പ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന കപ്പയായിരുന്നു. നല്ല ഓറഞ്ച് കളറായിരുന്നു. പക്ഷെ നമ്മൾ നട്ടുപിടിപ്പിച്ചപ്പോഴത്തേക്കും കളർ അത്ര പോരാ, പക്ഷെ മധുരമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി എടുത്തു. ചായ ഇട്ടു, പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പൊക്കെ ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ടാറ്റാ.